ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബോൺ ടിബിയാണ്. ലെഗിലെ മെയിൻ രണ്ട് ബോണാണ് ടിബിയ, ഫിബുല. അപ്പോൾ മീഡിയലി പ്ലേസ്ഡ് ആണ് ടിബിയ. സോ ഇന്ന് നമുക്ക് ടിബിയനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇനി ടിബിയൻ്റെ സൈഡ് ഡിറ്റർമിനേഷൻ. ടിബിയ ഹാസ് എൻ അപ്പർ എൻഡ്, ലോവർ എൻഡ്, പിന്നെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പർ എൻഡ് ഇസ് ലാർജർ ദാൻ ദ ലോവർ എൻഡ്. ആൻഡ് അപ്പർ എൻഡിൽ ആൻറ്റീരിയർലി നമുക്കൊരു ഇലവേഷൻ ഉണ്ട്, ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ടിബിയൽ ട്യൂബറോസിറ്റി. ആൻഡ് ലോവർ എൻഡിൽ നമുക്ക് മീഡിയലി അഗെയിൻ ഒരു പ്രൊജക്ഷൻ കാണാം. ദാറ്റ് ഈസ് ദ മീഡിയൽ മാലിയോളസ്. ആൻഡ് ദ ആൻറ്റീരിയർ ബോർഡർ ഓഫ് ടിബിയ ഇറ്റ് ഈസ് വെരി ഷാർപ്പ്. അപ്പം ഇങ്ങനെയാണ് ടിബിയൻ്റെ സൈഡ് ഡിറ്റർമിനേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ അപ്പർ എൻഡ് ഈസ് ലാർജർ ദാൻ ദ ലോവർ എൻഡ്. പിന്നെ ഒരു ടിബിയൽ ട്യൂബറോസിറ്റി ആൻറ്റീരിയർലി ഉണ്ട്. പിന്നെ മീഡിയൽ മാലിയോളസ് ഇൻ ദ ലോവർ എൻഡ് മീഡിയലി. പിന്നെ ആൻറ്റീരിയർ ബോർഡർ ഇറ്റ് ഈസ് വെരി ഷാർപ്പ്. സോ ദിസ് ഈസ് റൈറ്റ് ടിബിയ. സോ അപ്പർ എൻഡ് ഓഫ് ടിബിയയിൽ ഒരു മീഡിയൽ കോണ്ടൈലുണ്ട്, ഒരു ലാറ്ററൽ കോണ്ടൈലുണ്ട്. ഈ മീഡിയൽ കോണ്ടൈലിനും ലാറ്ററൽ കോണ്ടൈലിനും ഒരു കോൺകേവ് ആർട്ടിക്കുലർ സർഫസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ നീ ജോയിൻറ്റ് ഫോർമേഷൻ. അതിൽ മീഡിയൽ ആർട്ടിക്കുലർ സർഫസ് ഇസ് ലാർജർ ദാൻ ദ ലാറ്ററൽ ആർട്ടിക്കുലർ സർഫസ്. ആൻഡ് ഈ രണ്ട് ആർട്ടിക്കുലർ സർഫസിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർ കോണ്ടൈലാർ ഏരിയ ഉണ്ട്. ഈ ഇൻ്റർ കോണ്ടൈലാർ ഏരിയയിൽ ഒരു ഇൻ്റർ കോണ്ടൈലാർ എമിനൻസ് ഉണ്ട്. ആൻഡ് ഈ എമിനൻസിന് വീണ്ടും ഒരു മീഡിയൽ ആൻഡ് ലാറ്ററൽ ട്യൂബർക്കിൾ ഉണ്ട്. ആൻഡ് ആൻറ്റീരിയർലി നമുക്ക് ഒരു ടിബിയൽ ട്യൂബറോസിറ്റി ഉണ്ട്. ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ടിബിയൽ ട്യൂബറോസിറ്റി ഇസ് സ്മൂത്ത് ആൻഡ് ദ ലോവർ പാർട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് റഫ്. പിന്നെ ഈ മീഡിയൽ കോണ്ടൈലിൻ്റെ ബാക്കിലായി പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ നമുക്കൊരു ഗ്രൂവ് കാണാം. ദാറ്റ് ഈസ് ഫോർ സെമി മെംബ്രാനോസിസ് മസിൽ. ആൻഡ് ലാറ്ററൽ കോണ്ടൈലിൻ്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ ഒരു ഓവൽ ഫാസിഡ് കാണാം. ദാറ്റ് ഈസ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് ഫിബുല. പിന്നെ അപ്പർ എൻഡിലുള്ള അറ്റാച്ച്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മീഡിയൽ കോണ്ടൈലിൻ്റെ ഈ ട്യൂബിയൽ ട്യൂബറോസിറ്റിൻ്റെ ലാറ്ററലി നമുക്ക് ഇലിയോ ടിബിയൽ ട്രാക്റ്റിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ ഈ ടിബിയൽ ട്യൂബറോസിറ്റിൻ്റെ മീഡിയലി നമുക്ക് 3 മസിലിൻ്റെ ഇൻസേർഷൻ വരുന്നുണ്ട്. അതായത് സാർട്ടോറിയസ്, ഗ്രേസിലസ്, സെമി ടെൻഡിനോസസ്. ഇത് 3ഉം കൂടെ നമ്മൾ ഗൈറോപ്സ് എന്ന് വിളിക്കും. ആൻഡ് പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ എഗെയിൻ ഇവിടെ ഈ ഗ്രൂവിൽ സെമി മെംബ്രാനോസിസിൻ്റെ ഇൻസേർഷൻ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഭാഗത്തായിട്ട് പൊപ്ലീറ്റിയസ് മസിലിൻ്റെ ഇൻസേർഷനും കൂടി വരുന്നുണ്ട്. ആൻഡ് നമ്മൾ മുകളിലെ ഇൻ്റർ കോണ്ടൈലാർ ഏരിയയിൽ നമുക്ക് 6 അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ദർ ഇസ് എ നിമോണിക് ഫോർ ദാറ്റ് ഈസ് മെഡിക്കൽ കോളേജ് ലക്നൗ മെഡിക്കൽ കോളേജ്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ 6 അറ്റാച്ച്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ ആൻറ്റീരിയർ എൻഡ് ഓഫ് മീഡിയൽ മെനിസ്കസ്, പിന്നെ ദ ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ്, ദ ആൻറ്റീരിയർ എൻഡ് ഓഫ് ലാറ്ററൽ മെനിസ്കസ്, പിന്നെ ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ലാറ്ററൽ മെനിസ്കസ്, ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് മീഡിയൽ മെനിസ്കസ് ആൻഡ് ദ പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ്. ഇത് ഫ്രം ആൻറ്റീരിയർ ടുവേർഡ്സ് ബാക്ക് ഈ ഓർഡറിലാണ് ഈ അറ്റാച്ച്മെൻറ്റ്സ് വരുന്നത്. Now we are going to discuss about the shaft. അപ്പോൾ ഷാഫ്റ്റിന് മെയിൻലി 3 ബോർഡറാണുള്ളത്. ദ ആൻറ്റീരിയർ ബോർഡർ, ദ മീഡിയൽ ബോർഡർ ആൻഡ് ദ ലാറ്ററൽ ബോർഡർ. ദ ആൻറ്റീരിയർ ബോർഡർ ഭയങ്കര ഷാർപ്പാണ്. ആൻഡ് ആൻറ്റീരിയർ ബോർഡറിനും മീഡിയൽ ബോർഡറിനും ഇടയിലുള്ള സർഫസാണ് ദ മീഡിയൽ സർഫസ്. Now anterior border and the lateral border. ഈ lateral border is also known as the introitious border because it gives attachment to the introitious ligament. ഈ ആൻറ്റീരിയർ ബോർഡറിനും ലാറ്ററൽ ബോർഡറിനും ഇടയിലുള്ള സർഫസ് ആണ് ദ ലാറ്ററൽ സർഫസ്. ആൻഡ് ഇവിടെയാണ് ടിബിയാലിസ് ആൻറ്റീരിയറിൻ്റെ ഒറിജിൻ വരുന്നത്, ദ അപ്പർ 2/3. Now moving on to the posterior surface. Again posterior surface lies between the medial border and the lateral border. ഈ posterior surfaceൽ നമുക്ക് the soleal line എന്ന് പറഞ്ഞിട്ട് ഒരു റിഡ്ജ് കാണാം. ആൻഡ് ഇവിടെയുള്ള മെയിൻ 3 മസിലിൻ്റെ ഒറിജിൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ടിബിയാലിസ് പോസ്റ്റീരിയർ ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്ങസ്. ആൻഡ് ഫ്രം ദ സോളിയൽ ലൈൻ സോളിയസ് മസിലിൻ്റെയും ഒറിജിൻ വരുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഷാഫ്റ്റ് ഓഫ് ടിബിയ. ഇനി ലോവർ എൻഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ലോവർ എൻഡിൽ മീഡിയൽ മാലിയോളസ് ഉണ്ട്. ആൻഡ് ലാറ്ററലി വി ഹാവ് എ ഫിബുലാർ നോച്ച്.
And inferior surface, it is an articular surface which take part in the formation of the angle joint, and there is articulation with the talus bone. And posteriorly, medial malleolus in the posterior aspect, again there is a groove that is for the tibialis posterior. And ഇവിടെ anterior ഭാഗം of the lower end, അതിൻ്റെ റിലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. From medially to laterally, we have the tibialis anterior muscle, the extensor hallucis longus, the anterior tibial artery, the deep peroneal nerve, the extensor digitorum longus, and peroneus tertius tendon. And there is a mnemonic for that: the Himalayas are not dry plateaus. And posteriorly also we have a relation, that is tibialis posterior, flexor digitorum longus, posterior tibial artery and nerve, and flexor hallucis longus. And again there is a mnemonic for that, that is Tom, Dick and not Harry. So that's about the lower end of tibia. Now about the clinical correlation of tibia. The upper end of tibia is the most common site for acute osteomyelitis, and another important clinical correlation is that the fracture of the shaft of tibia, and the most common site, it is the junction of the upper 2/3 and the lower 1/3. That's all about clinical correlation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ബോൺ ടിബിയാണ്. അപ്പോൾ എല്ലാവർക്കും ടിബിയനെ പറ്റിയുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.